തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ ആയ ആർ സുഗതന് കാപ്പ ചുമത്തിയതിനു ശേഷം പിന്നീട് ഇപ്പോൾ വലിയ ചർച്ച. അതായത് എന്താണ് ഈ കാപ്പ ചുമത്തിയ കാര്യം സുഗതനെ അറിയിക്കാത്തത്? കാപ്പ ചുമത്തുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ ഘടകങ്ങളുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് പോലീസ് വ്യക്തമാക്കുന്നില്ല? രേഖകൾ എവിടെ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ആണ് ഇപ്പോൾ ബി.ജെ.പി. ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഈ കാപ്പയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിനകത്ത് തന്നെ അതിൽ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. പ്രത്യേകിച്ച് കളക്ടറാണിത് ചുമത്തുന്നത് എന്നതുകൊണ്ട് തന്നെ അത് പോലീസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഇപ്പോൾ വി വിനോദാണ് ചേരുന്നത്. വിനോദ്, കാപ്പ ചുമത്തപ്പെട്ട നിരവധി ആളുകളെ പിന്നീട് അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയ പശ്ചാത്തലമുണ്ട്. ഇവിടെ ഇതായി സുഗതനെ സംബന്ധിച്ചിടത്തോളം 8 വർഷത്തോളമായി പല കേസുകൾ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ, 5 വധശ്രമ കേസുകൾ 2023 കാപ്പ ചുമത്തിയെന്നാണ് അറിയുന്നത്. 2025 വീണ്ടും ചുമത്തിയിരുന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി വീണ്ടും ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതനാകുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും കളക്ടർ കാപ്പ ചുമത്തിയത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം? എന്താണ് ഇതിലെ വ്യത്യാസം? എന്തുകൊണ്ടാണിത് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്നത്? വിനോദ്, അഭിലാഷ്, 2007 ആദ്യം ഈ കാപ്പ നിയമത്തിൻ്റെ ഒരു രൂപം വരുന്നത്. അതിനുശേഷം പല വിവാദങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് നൽകുന്ന പട്ടിക കളക്ടർമാർ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ വിഷയം. നമുക്ക് അതിലേക്ക് വരാം. സുഗതൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കളക്ടർ കൂടി അംഗീകരിച്ച ഒരു പട്ടികയാണ്. ആ പേര്, സുഗതൻ്റെ പേര് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതാണ്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. പക്ഷേ ബി.ജെ.പി. അതിൻ്റെ എതിർവാദം പറയുന്നുണ്ട്. അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് കാപ്പയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 തരത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. ഒന്ന് ഈ കുപ്രസിദ്ധ ഗുണ്ട, നോൺ ഗുണ്ട, കുപ്രസിദ്ധ റൗഡി. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ആ റൗഡി ലിസ്റ്റിൽ നിന്നാണ് പിന്നീട് ഈ ഗുണ്ട എന്ന നിലയിലേക്ക് മാറുന്നത്. അത്തരത്തിൽ കൂടുതൽ വലിയ കുറ്റകൃത്യങ്ങൾ, നമ്മൾ ഗ്രേവ് ക്രൈം അല്ലെങ്കിൽ വലിയ കൊഗ്നിസബിൾ ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഗൗരവമായ കുറ്റകൃത്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ വരുന്ന തരത്തിലാണ് കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2007, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2007 ഇതിൻ്റെ ഒരു ആദ്യത്തെ രൂപം വരുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി. ഇതിൽ കുപ്രസിദ്ധ ഗുണ്ട എന്ന ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ വരുന്നത് പൊതുസമൂഹത്തിന് പൊതുവിൽ ഭീഷണിയാകുന്ന തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ ഏത് തരത്തിലുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 7 വർഷത്തിനിടയിൽ ഒരേ സ്വഭാവമല്ലാത്ത കുറഞ്ഞ 3 ക്രിമിനൽ കേസുകളിലെങ്കിലും പ്രതിയാകുക. കുറഞ്ഞത് ഒരു 7 വർഷത്തിനുള്ളിൽ 3 ക്രിമിനൽ കേസുകളിലെങ്കിലും പ്രതിയാവുക എന്നതാണ്. 7 വർഷത്തിനിടയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കേസിൽ കോടതി ശിക്ഷിച്ചിട്ടുള്ള ആളാവുക. അങ്ങനെ വരുന്ന ആളുകളാണ് ഈ കുപ്രസിദ്ധ ഗുണ്ട എന്ന പട്ടികയിൽ വരുന്നത്. അതോടൊപ്പം തന്നെയാണ് വ്യാജമദ്യം, ഈ അബ്കാരി കേസുകളെന്ന് നമ്മൾ പറയുന്ന കാര്യം, മണൽക്കടത്ത്, ലഹരി മരുന്ന് ഉൽപ്പാദനവും വിതരണവും. ഇപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെയുള്ള ഈ കുറ്റകൃത്യങ്ങളിൽ, പ്രത്യേകിച്ച് രാസലഹരി ഉൾപ്പെടെയുള്ളവയുടെ കുറ്റകൃത്യങ്ങൾ, വ്യാജമദ്യം ഉൾപ്പെടെയുള്ളവയുടെ ഇടപാടുകൾ നടത്തുന്നതിൽ തുടരെ പ്രതിയാകുന്ന ആളുകൾ കുപ്രസിദ്ധ ഗുണ്ട എന്ന പട്ടികയിൽ വരും. വ്യാജ നോട്ട് നിർമ്മാണം, ഹവാല ഇടപാടുകൾ, ബ്ലേഡ് പലിശ സംഘങ്ങൾ, ഇതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നേരത്തെ ഓപ്പറേഷൻ കുബേര പോലുള്ള പദ്ധതികൾ വന്നിരുന്നു. വലിയ പലിശയ്ക്ക്, മീറ്റർ പലിശയ്ക്ക് പണം കൊടുക്കുകയും ആളുകൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരും കാപ്പയിൽ വരും. അതായത് ആളുകളെ കൊല്ലുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ വധശ്രമ കേസുകളിൽ ഉൾപ്പെടുകയോ ചെയ്യുന്നവർ മാത്രമല്ല കാപ്പയിൽ വരുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കൂടി കാപ്പ പട്ടികയിൽ വരും. അവരെയും ഈ തരത്തിൽ കളക്ടർമാരുടെ മുമ്പിലേക്ക് അവരുടെ പട്ടിക, പേര് ഉൾപ്പെടുന്ന പട്ടിക പോവുകയും കളക്ടർമാർ അത് അംഗീകരിച്ചാൽ അവർ ഈ 1 വർഷം വരെ തടവിനോ അല്ലെങ്കിൽ 6 മാസം വരെ നാട് കടത്തലിനോ വിധേയമാകേണ്ടി വരും. സ്വന്തം നാട്ടിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പട്ടികയിൽ വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വ്യാജ CD നിർമ്മാണം, നമുക്കറിയാം ഒരു സമയത്ത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വീഡിയോ പൈറസി. അന്ന് ഋഷിരാജ് സിംഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വ്യാജ CD പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ പോലീസിൻ്റെ ഇടപെടലുകൾ, അന്നൊരു നോഡൽ ഓഫീസറായി അദ്ദേഹം മാറുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് വലിയ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആ വിവാദ കേന്ദ്രങ്ങളിലേക്ക് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ വ്യാജ CD ഉൽപ്പാദനം, അങ്ങനെയുള്ള CDകൾ തയ്യാറാക്കിയാൽ പോലും കുപ്രസിദ്ധ ഗുണ്ട, അതായത് കാപ്പ പട്ടികയിൽ വരാൻ അതിനുള്ള മാനദണ്ഡത്തിനകത്ത് ഉൾപ്പെടും. അങ്ങനെ നമ്മൾ വീണ്ടും പറയുന്നു, കൊലക്കുറ്റമോ വധശ്രമമോ അല്ലെങ്കിൽ കൊലപാതകമോ ഒക്കെ തന്നെ മാത്രമാണ് കാപ്പയിൽ വരുന്നത് എന്ന് കരുതാൻ വയ്യ. ഇതെല്ലാം
ഇതിൻ്റെ മാനദണ്ഡമായി വരുന്നതാണ്. അതിനൊരു വ്യക്തതയുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ കൂടി പട്ടികയിൽ വരുന്നു എന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ കുപ്രസിദ്ധ റൗഡി നമ്മൾ മറ്റൊരു കാറ്റഗറിയാണ്. ഈ പോലീസ് സ്റ്റേഷനിലാണ് ഈ റൗഡി ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശാരീരിക ആക്രമണങ്ങൾ, ഗുണ്ടാപ്പിരിവ്, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നവരെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ കവലച്ചട്ടം വിമാനം എന്ന് പറയുന്ന തരത്തിൽ, അതായത് പണ്ട് പേനാക്കത്തിയൊക്കെ ആയിട്ട് ഒരു ജംഗ്ഷനിൽ വരിക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, തല്ലുക, അവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുക, അങ്ങനെ ചട്ടമ്പിത്തരം കാണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ കുപ്രസിദ്ധ റൗഡി എന്ന പട്ടികയിലേക്ക്, പോലീസിൻ്റെ പട്ടികയിലേക്ക് കൊണ്ടുവരും. ഇവർ ഈ കുറ്റകൃത്യങ്ങൾ തുടരുന്നതോടുകൂടിയാണ് ഈ ഗുണ്ടാ പട്ടികയിലേക്ക് വരുന്നത്. അതോടുകൂടി കാപ്പ ചുമത്തപ്പെടുകയും ജയിലിലാകപ്പെടുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആ ഗണത്തിൽ വരുന്നതാണ്. 7 വർഷത്തിനിടയിൽ കുറഞ്ഞത് 3 കേസുകളിൽ പോലീസ് അല്ലാത്ത പൊതുജനങ്ങളുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ള ആളായിരിക്കണം. അതായത് പോലീസ് സുവമോട്ടോ, നമ്മൾ സ്വമേധയാ കേസെടുക്കുക എന്ന് പറയും, അങ്ങനെ പോലീസ് സ്വമേധയാ കേസെടുക്കാതെ പബ്ലിക്കിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കപ്പെട്ടിട്ടുള്ളവരായിരിക്കണം. അവർ ശിക്ഷിക്കപ്പെടണമെന്നില്ല. അവരുടെ പേരിൽ പോലീസ് മറ്റ് ആളുകളുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ, തുടരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ ഈ റൗഡി ലിസ്റ്റിൽ വരും. അവിടെയാണ് ചില തർക്കങ്ങൾ വരുന്നത്. നമുക്കതിലേക്ക് വരാം. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ അക്രമം, അതായത് ഒരു 7 വർഷമാണ് കഴിഞ്ഞത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 7 വർഷം ആ കാലഘട്ടമാണ് ഒരുമിച്ചുള്ള വർഷങ്ങൾ. കൊലപാതക ശ്രമം, സ്ത്രീപീഡനം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നിലധികം തവണ കോടതി ശിക്ഷിച്ചിട്ടുള്ള ആളാവുക. അതായത് ഇത്തരം കാര്യങ്ങളിൽ, ഈ സ്ത്രീപീഡനം അല്ലെങ്കിൽ കൊലപാതക ശ്രമം പോലുള്ള കേസുകളിൽ ഒന്നിൽ കൂടുതൽ തവണ കോടതി ചെറിയ ശിക്ഷയെങ്കിലും നൽകിയാൽ അവർ റൗഡി ലിസ്റ്റിലേക്ക് വരുന്ന നിലയുണ്ടാകും. അതിലെ ഈ പ്രതിസ്ഥാനത്ത് താഴേക്ക് വരുമ്പോൾ ചിലപ്പോൾ ശിക്ഷയുടെ അളവ് കുറയും. എങ്കിൽ പോലും അവർ റൗഡി ലിസ്റ്റിലേക്ക് വരും. അവർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല എന്നതാണ്. റൗഡി ഹിസ്റ്ററി ഷീറ്റിൽ പേരുള്ളവരും സജീവ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായിരിക്കണം ഈ പട്ടികയിൽ വരുന്നത്. പോലീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇവരെയൊക്കെ തന്നെ നിരീക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മറ്റ് പ്രധാന മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്. സജീവ പങ്കാളിത്തം. കുറ്റകൃത്യങ്ങളിൽ വ്യക്തിക്ക് നേരിട്ടും സജീവമായും പങ്കാളിത്തം ഉണ്ടായിരിക്കണം. കേവലം പേര് മാത്രം ഉൾപ്പെട്ട പുതിയ പ്രതികളിൽ കാപ്പ ചുമത്താറില്ല. അതായത് പോലീസുകാർ പേരെഴുതി കൊടുത്തതുകൊണ്ട് മാത്രം കാപ്പ ചുമത്തില്ല. അവിടെയാണ് ഈ തർക്കം വരുന്നത്. കളക്ടർമാരുമായുള്ള പൊതുസമാധാനത്തിന് ഭീഷണി, പ്രതി പുറത്തു നിൽക്കുന്നത് പൊതുസുരക്ഷയ്ക്കും സമാധാന അന്തരീക്ഷത്തിനും ഭംഗം വരുത്തുമെന്ന് ബോധ്യപ്പെടണം എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് ഈ കളക്ടർമാരും പോലീസും തമ്മിലുള്ള തർക്കത്തിന് പ്രധാനമായും കഴിഞ്ഞ ദിവസത്തെ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. എറണാകുളം ജില്ലാ കളക്ടർ ഇങ്ങനെയുള്ള കാപ്പ പട്ടിക തള്ളിക്കളഞ്ഞു. 3-4 പ്രാവശ്യം പൊതു ഇടത്തിൽ തല്ലുണ്ടാക്കിയാൽ അയാൾ ഒരു ഗുണ്ടയാകില്ല, അല്ലെങ്കിൽ കുപ്രസിദ്ധ ഗുണ്ടയാകില്ല. അതുകൊണ്ട് തന്നെ കാപ്പ ചുമത്താൻ കഴിയില്ല എന്നതാണ്. ഈ IAS IPS തർക്കം അത് പല കാര്യത്തിലും ഉള്ളതുപോലെ തന്നെയാണ് കാപ്പയുടെ കാര്യത്തിലും ഉള്ളത്. പ്രധാനമായിട്ടും കളക്ടർമാർ പറയുന്നത് ഇതിൻ്റെ ഒരു മാനുഷിക വശമാണ്. 6 മാസം ഒരാളുടെ ജന്മ നാട്ടിൽ പോലും, അയാളുടെ സ്വന്തം നാട്ടിൽ പോലും വരാൻ കഴിയാതെ, അല്ലെങ്കിൽ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് 6 മാസത്തേക്ക് പ്രവേശിക്കരുതെന്ന് പറയാൻ കഴിയില്ല. അവിടെ തിരുത്തപ്പെടാനുള്ള അവസരമുണ്ട്. ഒരാളെ പെട്ടെന്ന് ഗുണ്ടയാക്കാൻ കഴിയില്ല. പോലീസുകാർ എന്തുകൊണ്ട് ഗുണ്ടയാക്കുന്നു എന്നതിൻ്റെ കളക്ടർമാരുടെ വിശദീകരണം ഇങ്ങനെയാണ്. എളുപ്പപ്പണിയാണ്. ഒരു നാട്ടിൽ ഒരാൾ ചെറിയ കുഴപ്പക്കാരനുണ്ടെങ്കിൽ കാപ്പ ചുമത്തുക, ജയിലിലടയ്ക്കുക. അതോടുകൂടി പോലീസിൻ്റെ തലവേദന മാറി. അങ്ങനെ പോലീസിന് തലവേദന മാറ്റാൻ വേണ്ടി സാധാരണ ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയ അടിപിടി കേസുകളിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ പെട്ടെന്ന് പ്രകോപിതരായി ഇങ്ങനെ ഈ മർദ്ദനവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല. അത് മനുഷ്യാവകാശ ലംഘനമാണ്. മാത്രമല്ല, ഈ കൃത്യമായ രേഖകൾ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ കാപ്പയുടെ പട്ടികയുമായി ചെല്ലുമ്പോൾ അവിടെ ജഡ്ജി ഇതിൻ്റെ രേഖകൾ ആവശ്യപ്പെടും. ആ കൃത്യമായ രേഖകൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിന് ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ പോലീസ് തരുന്ന പട്ടിക അംഗീകരിക്കാൻ കഴിയില്ല, പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് കളക്ടർമാർ സ്വീകരിക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ വെർഷൻ അങ്ങനെയല്ല. ഈ കുഴപ്പക്കാരെ മുഴുവൻ പട്ടികയും കൊടുത്തിട്ടും കളക്ടർമാർ ഇത് ഒപ്പുവെക്കുന്നില്ല, ഈ പട്ടിക അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ക്രമസമാധാന പാലനം എന്നത് വലിയ വെല്ലുവിളിയാകുന്നു. ഇത് പോലീസുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കമ്മീഷണർമാരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാരും തമ്മിലുള്ള ഒരു സമിതി രൂപീകരിക്കുകയും ഇതിനൊരു ഏകോപനം ഉണ്ടാക്കുകയും
ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. ചീഫ് സെക്രട്ടറിയും DGP തലത്തിലുമൊക്കെ പലകുറി ചർച്ച നടന്നിരുന്നു. പക്ഷേ ഇതുവരെ ഈ കാപ്പ പട്ടിക അംഗീകരിക്കുന്ന കാര്യത്തിൽ കളക്ടർമാരും പോലീസും തമ്മിൽ ഇതുവരെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. ഇതിനൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെ ഇത് പരിഹരിക്കണം എന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് സ്റ്റേറ്റിൽ പോലീസിങ്ങിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങളെ സംബന്ധിച്ച് അവരുടെ കൃത്യനിർവഹണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അഭിലാഷ്. യെസ്, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നാട്ടിൽ ഒക്കെ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് വിനോദ് ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ അറിയാം, ഓരോ പ്രദേശത്തുമൊക്കെ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുസമൂഹത്തിന്, പൊതുജനത്തിന് അവരുടെ സമാധാനം കെടുത്തുന്ന, അവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന ചില ആളുകളുണ്ട്. അവർ തുടർച്ചയായി ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഓരോ തവണയും രക്ഷപ്പെട്ടുകൊണ്ടും ഇരിക്കും. അതിന് തടയിടുന്നതിന് കൂടി വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു നിയമ സംവിധാനം കാപ്പ ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൂടുതൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുകൂടിയായിരുന്നു ഇങ്ങനെ ഒരു നിയമത്തിലൂടെ ലക്ഷ്യം വെച്ചത്. എന്താണ് ഇതിൻ്റെ കാറ്റഗറി, എന്തുകൊണ്ടാണ് വിവാദങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് വിനോദ് വിശദീകരിച്ചത്.